നെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 5 എപ്പിസോഡുകളിലായിട്ട് നമ്മൾ ഇൻട്രൊഡക്ഷനായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്ന. ഇപ്പോഴും നമ്മൾ റോമർ 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതും പൗലോസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് അതിൽ പറയുന്നത്. എന്നാൽ അതിനെക്കുറിച്ച് 2-3 വാക്യങ്ങളിലുള്ള ചില ചിന്തകൾ ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാം എന്ന് വിചാരിക്കുന്നു. പ്രാർത്ഥനയോടിരിക്കണം. പ്രത്യേകിച്ചും ഇതിൽ കൂടി ദൈവം ചില കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കും. ദൈവത്തിൻ്റെ വചനമാണല്ലോ, അതിൽ കൂടി ചില കാര്യങ്ങൾ സംസാരിക്കും. എനിക്കറിയാം 100% ഉറപ്പാണ്. ഇത് നിങ്ങൾ പ്രാർത്ഥനയോടിരുന്നാൽ ഇന്നത്തെ കാര്യങ്ങൾ ദൈവം സംസാരിക്കുന്നതായിട്ട് മനസ്സിലാവും. 3-4 വാക്യങ്ങൾ വായിക്കാം. ഇൻട്രൊഡക്ഷനാണല്ലോ. ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വിശുദ്ധ രേഖകൾ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പുകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിൻ്റെ ദാസനുമായ പൗലോസ്, റോമയിൽ ദൈവത്തിനും പ്രിയരും വിളിക്കപ്പെട്ടവരുമായ വിശുദ്ധന്മാർക്ക് എല്ലാവർക്കും എഴുതുന്നത് എന്നുള്ള 3-ാം വാക്യത്തിനകത്ത് ഞാൻ അവിടെ നിർത്തി. കാരണം ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇൻട്രൊഡക്ഷനകത്ത് പറയാനായിട്ടുണ്ട്. കാരണം ഇവിടെ പൗലോസ് തന്നെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഉണ്ട്, അതുപോലെ തന്നെ റോമയിലുള്ള ആളുകളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളുണ്ട്. ഇത് രണ്ടും ആണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള ചിന്ത. പൗലോസിനെ കുറിച്ച് പറയുന്ന എ ബോൺ സെർവൻറ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, called to be an apostle separated unto the gospel of God. എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഈ റോമൻസ് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ. ഞാൻ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചത് ഒരു സൺഡേ സ്കൂൾ ക്യാമ്പിലാണെങ്കിലും വിശ്വാസം എന്ന് പറയുന്നത് അനുസരണമാണ് എന്ന് പഠിപ്പിച്ചത് ശരിക്കും ഈ റോമൻസ് പഠിച്ച സമയത്താണ്. അതുകൊണ്ടാണ് ഈ റോമൻസിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ളൊരു കാര്യം. റോമൻസ് പഠിക്കുമ്പോൾ പൗലോസ് ഇവിടെ പറയുകയാണ്, പൗലോസിൻ്റെ ജീവിതം 2 കാര്യങ്ങൾ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. 3 കാര്യങ്ങൾ ഇവിടെ പൗലോസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, ഹീ ഈസ് എ ബോൺ സെർവൻറ്റ് ഓഫ് ക്രൈസ്റ്റ്. 2, ഹീ ഈസ് ആൻ അപ്പോസ്റ്റൽ. 3, സെപ്പറേറ്റഡ് അൺടു ദ ഗോസ്പൽ ഓഫ് ഗോഡ്. സെപ്പറേറ്റഡ് എന്ന് പറയുമ്പോൾ വേർതിരിച്ചിരിക്കുന്ന ഒരു വ്യക്തി, സുവിശേഷത്തിനായി വേർതിരിച്ചിരിക്കുന്ന വ്യക്തി. ഫാരസി ടു ഗോഡ് എന്നാണ് പൗലോസിനെ കുറിച്ച് പറയുന്നത്. ഐ ആം എ ഫാരസി. ഫാരസീസ് അധികം ഇല്ലായിരുന്നു. കുറച്ച് എണ്ണം മാത്രമേ യേശുക്രിസ്തുവിൻ്റെ സമയത്തുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് തീവ്രമായിട്ടുള്ള ന്യായപ്രമാണം അതുപോലെ തന്നെ പാലിക്കാനായിട്ട് അവർ തീവ്രമായി യത്നിച്ചിരുന്ന ആൾക്കാരായിരുന്നു. ഒരു രീതിയിൽ പോലും ന്യായപ്രമാണത്തിനെതിരായിട്ട് പ്രവർത്തിക്കാതിരിക്കുന്ന, ന്യായപ്രമാണത്തിനോട് യോജിച്ച് അവർ കർത്താവിൻ്റെ ദൈവം പറഞ്ഞിരിക്കുന്ന ആ ലോസ് എല്ലാം തന്നെ പ്രമാണിക്കാനായിട്ട് ഏറ്റവും തീക്ഷ്ണത കാണിക്കുന്ന ആൾക്കാരായിരുന്നു. ഇവിടെ അതുപോലെ ഹീസ് എ ഫാരസി ടു ദ ഗോസ്പൽ ഓഫ് ഗോഡ്, സെപ്പറേറ്റഡ് ടു ദ ഗോസ്പൽ ഓഫ് ഗോഡ്, ഈസ് കോൾഡ് ആൻ അപ്പോസ്റ്റൽ, ബോൺ സെർവൻറ്റ്. ഈ ബോൺ സെർവൻറ്റിനെ കുറിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ബോൺ സെർവൻറ്റ്, ചിലപ്പോൾ ഇന്ന് നമ്മുടെ എപ്പിസോഡ് ആ ബോൺ സെർവൻറ്റിൽ തന്നെ നിൽക്കും. ചിലപ്പോൾ പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ അതിനെക്കുറിച്ച് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. അത് എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാനത് വായിച്ച് കേൾപ്പിക്കാം. ഒരു എബ്രായ ദാസനെ വിലയ്ക്ക് വാങ്ങിയാൽ 6 സംവത്സരം സേവിച്ചിട്ട് 7-ാം സംവത്സരത്തിൽ അവന് ഒന്നും കൊടുക്കാതെ സ്വതന്ത്രനായി പൊയ്ക്കൊള്ളട്ടെ. ഏകനായി വന്ന് എങ്കിൽ ഏകനായി പോകട്ടെ. അവന് ഭാര്യ ഉണ്ടായിരുന്നു എങ്കിലും ഭാര്യയും അവനോട് പോകട്ടെ. അവൻ്റെ യജമാനൻ അവൻ്റെ ഭാര്യയെ കൊടുക്കുകയും അവൾ അവന് പുത്രിമാരെയോ പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാര്യയും മക്കളും യജമാനിരിക്കണം. അവൻ ഏകനായി പോകണം. എന്നാൽ ദാസൻ, ഞാൻ എൻ്റെ യജമാനെയും എൻ്റെ ഭാര്യയെയും മക്കളെയും സ്നേഹിക്കുന്നു, ഞാൻ സ്വതന്ത്രനായി പോവുകയില്ല എന്ന് തീർത്ത് പറഞ്ഞാൽ യജമാനൻ അവനെ ദൈവസേനയിൽ കൊണ്ടുചെന്ന് കതകിൻ്റെയോ കട്ടളക്കാലിൻ്റെയോ അടുക്കൽ നിർത്തിയിട്ട് സൂചി കൊണ്ട് അവൻ്റെ കാത് കുത്തി തുളയ്ക്കണം. പിന്നെ അവൻ എന്നേക്കും അവന് ദാസനായിരിക്കണം.
ഇത് ബോൺ സെർവൻറ്റിനെ കുറിച്ച് പറയുന്ന ഒരു ഭാവമാണ്. 6 വർഷം ഒരുവൻ അടിമയായിട്ട് വർക്ക് ചെയ്യുക, യജമാൻ്റെ വീട്ടിൽ വർക്ക് ചെയ്യുക. ഈ യജമാൻ്റെ വീട്ടിൽ വർക്ക് ചെയ്തിട്ട് അവൻ മാസ്റ്ററോട് ചേർന്ന് നിൽക്കുക. എന്നാൽ സ്നേഹത്തോടു കൂടി യജമാനൻ അവന് 6 വർഷം കഴിഞ്ഞ് അവനോട് പോകാൻ പറയുമ്പോൾ അവൻ പോകാതിരിക്കുകയാണ്. ഇല്ല, എൻ്റെ യജമാനോട് സ്നേഹം കാണിക്കുന്നതാണ്, ഈ യജമാനോട് കൂടി ഞാൻ നിൽക്കും എന്ന് പറയുമ്പോൾ ഈ യജമാനൻ എന്ത് ചെയ്യും? അവനെ കൊണ്ടുപോയി അവിടെ കട്ടളക്കാലിൻ്റെയോ കതകിൻ്റെയോ അവിടെ കൊണ്ടുപോയി അവൻ്റെ കാതിൽ ഒരു സൂചി കൊണ്ട് കുത്തി തുളയ്ക്കും. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തന്നെ അവൻ യജമാനെ വിട്ടു പോവുകയില്ല, എന്നേക്കുമായി അവൻ്റെ ദാസനായിട്ട് അവനോട് കൂടെ നിൽക്കും. ആവർത്തന പുസ്തകത്തിൽ ഇതേ കാര്യം പറയുന്നുണ്ട്. ആവർത്തന പുസ്തകം 15:12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ 18-ാം വാക്യത്തിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അവനൊരു കൂലിക്കാരൻ്റെ ഇരട്ടിക്കൂലിക്ക് തക്കതായി 6 സംവത്സരം നിന്നെ സേവിച്ചതുകൊണ്ട് അവനെ സ്വതന്ത്രനായി വിട്ടയക്കുമ്പോൾ നിനക്ക് വ്യസനം തോന്നരുത്, നിന്റെ ദൈവമായ യഹോവ സകലത്തിനും നിന്നെ അനുഗ്രഹിക്കും. അതുകൊണ്ട് അവൻ്റെ കൂലിക്കാരൻ്റെ ഇരട്ടിക്കൂലിയാണ് അവന് കൊടുക്കുന്നത്, അതും പറയുന്നുണ്ട്. അപ്പോഴിവിടെ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പൗലോസ് ഒരു ബോൺ സെർവൻ്റ് എന്ന് പറയുമ്പോൾ എന്നേക്കുമായിട്ട് കർത്താവിന് കൂടെ ചേർന്ന് ഇനിയും ഏത് സമയത്ത് കർത്താവ് വിളിച്ചാലും അത് ഏറ്റെടുത്ത് ചെയ്യും. യജമാൻ പറയുന്ന രാത്രി എന്നില്ല പകലെന്നില്ല, യജമാനൻ്റെ ഇഷ്ടം അതാണ് എൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കുന്നത്. അതാണ് ബോൺ സെർവൻറ്റിൻ്റെ മനസ്സ്. സെർവൻ്റ് എന്ന് പറയുന്നത് 6 വർഷത്തേക്കേ ഉള്ളൂ, അത് കഴിഞ്ഞ് അവർ പോവുകയാണ്. എന്നാൽ ബോൺ സെർവൻ്റ് എന്ന് പറഞ്ഞാൽ എന്നേക്കും യജമാനുമായിട്ടുള്ളൊരു ബന്ധത്തിൽ നിലനിൽക്കുന്നു എന്നുള്ള ആ ഒരു ചിന്തയിലാണ് ഇവിടെ പൗലോസ് റോമർക്ക് ലേഖനത്തിലെ ഐ ആം എ ബോൺ സെർവൻ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു വേർഡ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോസ്തൽ എന്നുള്ളതാണ്. അപ്പോസ്തൽ, ഈ അപ്പോസ്തൽ കർത്താവ് അപ്പോസ്തൽ എന്ന് പറയുന്നവരെല്ലാം കർത്താവിനെ കണ്ടിട്ടുള്ളവരാണ്. അയക്കപ്പെട്ടവർ എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മറ്റുള്ള അപ്പോസ്തലന്മാരെല്ലാം തന്നെ യേശുവിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ളവരെല്ലാം യേശുവിനെ നേരിട്ട് കണ്ടവരാണ്. അവസാനം യൂദ പോയി പകരം മത്യാസിനെ തിരഞ്ഞെടുത്തു. എന്നാൽ പൗലോസ് തന്നെ പറയുന്നു, അകാല പ്രജ പോലെ അൺടൈംലി ചൈൽഡായിട്ട് ഞാനും വന്നു എന്നാണ് പൗലോസ് പറയുന്നത്. അങ്ങനെ നേരിട്ട് സഭയെ ഉപദ്രവിക്കാനായി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ നേരിട്ട് പോയ സമയത്ത് ദമാസ്കസിൻ്റെ പടിവാതിൽ വെച്ച് കർത്താവ് അവനെ നേരിട്ട് വന്ന് ശൗലുമായിട്ട് ബന്ധപ്പെട്ട് ശൗലിനെ പൗലോസാക്കി. അതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. ഈസ് കോൾഡ് ആസ് അപ്പോസ്തൽ. അവനെ യേശു ക്രിസ്തു അയച്ചിരിക്കുകയാണ്. എന്തിനാണ് അയച്ചത്? സെപ്പറേറ്റഡ് ടു ദ ഗോസ്പൽ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സുവിശേഷം, കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് അയച്ചു. അതുകൊണ്ട് ഇവിടെ കാണുന്നത് ഹീസ് എ ബോൺ സെർവൻറ്റ്, ഹീസ് ആൻ അപ്പോസ്റ്റിൽ ആൻഡ് ഹീസ് എ ഫാരസി ടു ഗോഡ്. സെപ്പറേറ്റഡ് എന്നുള്ള മീനിങ് ഫാരസി ടു ഗോഡ്. അങ്ങനെ ആയിട്ടുള്ള ആളാണ് പൗലോസ്. അതിന് പൗലോസ് ജാതികളുടെ അപ്പോസ്തലനായിട്ടാണ് വിളിക്കപ്പെട്ടത് എന്നാണ് പൗലോസിൻ്റെ ക്ലെയിമിനകത്ത് പറയുന്നത്. പിന്നീടുള്ള ഭാഗങ്ങളിലുള്ള ക്ലെയിമിലെല്ലാം പറയുന്നുണ്ട് ജാതികളുടെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ടു എന്നുള്ള. അപ്പോൾ പൗലോസിൻ്റെ 3 ക്വാളിഫിക്കേഷൻ: ഒന്ന്, ബോൺ സെർവൻ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, നിത്യ അടിമ. അതൊരു നെഗറ്റീവ് സെൻസിലല്ല, നിത്യകാല അടിമ എന്ന് പറയുന്നത് പോസിറ്റീവ് സെൻസിലാണ്. നിത്യകാല അടിമ. 2, അൻ അപ്പോസ്തൽ, വിളിക്കപ്പെട്ടവൻ, അയക്കപ്പെട്ടവൻ. 3, വേർതിരിക്കപ്പെട്ട അപ്പോസ്തലൻ, സെപ്പറേറ്റഡ്, വേർതിരിക്കപ്പെട്ട, വിളിക്കപ്പെട്ട അപ്പോസ്തലൻ. ഇത് തന്നെ ഈ 2-ാം വാക്യത്തിലുണ്ട്. ഈ വിളിക്കപ്പെട്ട എന്നുള്ള 3-ാം വാക്യത്തിലുണ്ട്. റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ടവരും, അത് വിളിക്കപ്പെട്ട എന്നുള്ളൊരു വേർഡുണ്ട്.
അതുപോലെ തന്നെ 7-ാം വാക്യത്തിലും എഴുതിയിട്ടുണ്ട്, അവരിൽ യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. വിളിക്കപ്പെട്ടു എന്ന് പറഞ്ഞൊരു വേർഡ്. അതായത് ദൈവം കാലാകാലങ്ങളിൽ ജനങ്ങളെ ലീഡ് ചെയ്യാനായിട്ട് ഓരോരുത്തരെ വിളിച്ചിരുന്നു. നമ്മളെയൊക്കെ ദൈവം വിളിച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മൾ ലീഡേഴ്സൊന്നും അല്ല എന്ന്. കർത്താവിനെ അറിഞ്ഞവരെല്ലാം ലീഡേഴ്സാണ്. ഇതൊക്കെ വലിയ റെവലേഷനാണ്. വലിയൊരു വെളിപ്പാടാണ്. നിങ്ങളെയും എന്നെയും എല്ലാം ദൈവം വിളിച്ചിട്ടുണ്ട്. ബൈബിളിൽ ഒരുപാട് ഉദാഹരണമുണ്ട്. അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കി, മോശയെ ദൈവം വിളിച്ചിറക്കി. ഞാൻ എൻ്റെ റെഫറൻസ് ഒന്നും എടുക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. യെശയ്യാവിനെ ദൈവം വിളിച്ചിറക്കി, ഇരമ്യാവിനെ ദൈവം വിളിച്ചിറക്കി. ഇങ്ങനെ ഒരുപാട് പേരെ ലീഡേഴ്സായിട്ട് വിളിച്ചിറക്കിയിട്ടുണ്ട്. ലീഡേഴ്സിനെ അല്ല, എല്ലാവരെയും വിളിച്ചിറക്കിയിട്ടുണ്ട്. നിങ്ങളെയും എന്നെയും എല്ലാം വിളിച്ചിറക്കി. ലീഡേഴ്സ് എന്നല്ല, എല്ലാവരും ഒരു യേശുവിനെ അറിഞ്ഞ, ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തി എന്ന് പറയുന്നത് മറ്റുള്ളവരെ ദൈവത്തിലേക്ക് നടത്താനായിട്ട് ഉള്ള ആൾക്കാരാണ്. അവർ ആ ലീഡർഷിപ്പ് ലെവലിലേക്ക് വരേണ്ടതാണ്. അങ്ങനെയുള്ള ആളുകളെയാണ് നിങ്ങളും ഞാനുമായിട്ടിരിക്കുന്നത്. അയ്യോ, എനിക്കിതൊന്നും അറിയത്തില്ല ബ്രദറെ, ഞാനിങ്ങനെയൊക്കെ അങ്ങ് പൊക്കോളാം, എനിക്കിങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എന്നുള്ളൊരു ചിന്തയല്ല. എല്ലാവരെയും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിറയുന്നവരെല്ലാം, കർത്താവിൻ്റെ സ്നേഹത്തിലുള്ളവരെല്ലാം വിളിച്ച് ആക്കിയിരിക്കുന്നവരാണ്. പൗലോസ് പറയുന്നത് എന്താണെന്ന്, ഗലാത്യർക്ക് 1:15-16 വാക്യങ്ങൾ നിത്യത വരെ അവനെ വേർതിരിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൗലോസ് വായിക്കാം ഞാൻ. എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം, എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം എൻ്റെ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരുടെ അടുക്കൽ യെരൂശലേമിലേക്ക് പോവുകയും ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോവുകയും ദമാസ്കസിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. ഇത് പൗലോസിനെ ദൈവം വേർതിരിച്ചു. അത് ആ കാലം എന്നാന്നറിയത്തില്ല. ആൻസിസ്ട്രൽ, ഇൻമെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ ഏൻഷ്യൻ ടൈംസ്, അനന്തമായിട്ട് വിളിച്ച് വേർതിരിച്ചു. നമ്മളെയൊക്കെ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്തു എന്നാണ് ബൈബിളിൽ പറയുന്നത്. പൗലോസിനെ അതുപോലെ ദൈവം വേർതിരിച്ചതായിട്ട് കാണുന്നു. വേർതിരിച്ചു എന്നുള്ള ആ ഭാഗത്തെക്കുറിച്ച് ഇനിയും നമ്മൾ വീണ്ടും ചിന്തിക്കും. നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. നമ്മൾ ഒരു വാക്യം പോലും ഒന്ന് കവർ ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ഇത്രയും ഡീപ്പായിട്ടാണ് നമ്മളിത് പോകുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ഒത്തിരി ആന്തരികമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. ഇന്ന് നമ്മൾ പറഞ്ഞത് എന്താണ്? പൗലോസ് ഒരു ബോൺ സെർവൻ്റ് ആയിരുന്നു, അടിമ, നിത്യ അടിമ. രണ്ടാമത് അവൻ വിളിക്കപ്പെട്ടവനായിരുന്നു, അപ്പോസ്തലനായിരുന്നു. മൂന്നാമത് സുവിശേഷത്തിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്തിരുന്നതാണ്. അവനെ വിളിക്കപ്പെട്ടു എന്നുള്ള ആ വാക്യത്തിൽ ഞാൻ അവിടെ നിർത്തിയതാണ്. ഇനി നമുക്ക് അതിനെക്കുറിച്ച്, വിളിക്കപ്പെട്ട വിശുദ്ധരെക്കുറിച്ചും വിളിക്കപ്പെട്ട പൗലോസിനെക്കുറിച്ചും വീണ്ടും ചിന്തിക്കാം. നമ്മുടെ ജീവിതങ്ങളൊന്ന് വിശകലനം ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ കർത്താവിന് എന്നും അടിമയാണോ? നിത്യ അടിമ. അത് വലിയ സന്തോഷത്തിൻ്റെയാണ്, നെഗറ്റീവിൻ്റെ കാര്യമല്ല, വലിയ സന്തോഷത്തിൻ്റെ കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കർത്താവിന് വേർതിരിക്കപ്പെട്ടവരാണോ എന്ന് ചിന്തിക്കേണ്ടതാണ്. ഇതൊക്കെ എന്താ വെച്ചാൽ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ പവർ നമ്മളിൽ കൂടുതൽ ശക്തിയോടുകൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ അനോയിൻറ്റ് ചെയ്യാനായിട്ട്, അഭിഷേകം ചെയ്യാനായിട്ട് കാരണമായി തീരും. അതുകൊണ്ട് പൗലോസിൻ്റെ ജീവിതം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ജീവിതം അങ്ങനെ ആയിക്കൂടാ? തീർച്ചയായും ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെയും എൻ്റെയും ജീവിതം. അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ ചിന്തയുടെ ടേക്ക് അവേഴ്സ്, നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് വിശകലനം ചെയ്യുക. അയാം കർത്താവിന് വേണ്ടി ഒരു ബോൺ സെർവൻ്റ് ആയിട്ടിരിക്കുമോ? ഞാൻ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവളോ ആയിരിക്കുമോ? എങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ പോവുക. ആ വലിയ അനുഗ്രഹങ്ങൾ അങ്ങോട്ട് വർഷിക്കാൻ പോവുക. അതുകൊണ്ട് ഇന്ന് അതങ്ങോട്ട് പിടിച്ചെടുക്കുമോ? നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, പ്രിയപ്പെട്ടവരെ ഒന്ന് പിടിച്ചെടുക്കുമോ? നമ്മൾ ഇന്നൊരു 3 വാക്യമെങ്കിലും പഠിക്കാനായിട്ട് ചിന്തിച്ചാൽ, എന്നാൽ ഒരു വാക്യത്തിനകത്ത് വന്ന് അവിടെ പിടിച്ചു നിൽക്കുക, അങ്ങോട്ട് പോകുന്നില്ല.
പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾക്ക് വലിയ വെളിപ്പാടുകൾ ഈ ദിവസങ്ങളിൽ തരും. വലിയ ശക്തി, ഇതിൽ നിന്ന് കുത്തി നിറച്ച ശക്തികൾ തരും. നേരത്തെ നമ്മൾ പറഞ്ഞു 10 കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നല്ലോ ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. തീർച്ചയായും ദൈവം വലിയ റിലീസ് നിങ്ങളുടെ ജീവിതങ്ങളിൽ തരും. പ്രാർത്ഥിക്കാം. നമുക്ക് സമയം തീർന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. ചുരുക്കമായൊരു ചിന്ത മാത്രമേ തന്നുള്ളൂ. വി ആർ ഓൾ കോൾഡ് ആസ് born servant of Christ. We are all called as apostle and we are separated for the gospel of God. ഈ ഒറ്റ ചിന്ത മാത്രമേ തന്നുള്ളൂ. പൗലോസിന് തന്ന ചിന്ത, പൗലോസിനെ ദൈവം വിളിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെയും നടത്തട്ടെ, പരിപാലിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ശക്തിയോടുകൂടി എൻ്റെ വചനം ഈ ദിവസങ്ങളിൽ ക്രിയ ചെയ്യട്ടെ. വലിയ റിലീസ് നിൻ്റെ വചനത്താൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതൊക്കെ ബോണ്ടേജ് ഉണ്ടോ അതിനൊക്കെ റിലീസ് ചെയ്യട്ടെ. ദൈവത്തിൻ്റെ ശക്തി വന്ന് ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില ആളുകളുടെ വീട്ടിലെ ഒരു തടസ്സപ്പെട്ട കല്യാണം ദൈവത്തിൻ്റെ ആത്മാവ് കാണിച്ചു തരുന്നു. കല്യാണം തടസ്സപ്പെട്ടു, കല്യാണം നടക്കാതെ ഇരിക്കുന്ന ഭവനം, യേശുവിൻ്റെ നാമത്തിലെ പുതിയ പ്രപ്പോസൽസ് ഈ ദിവസങ്ങളിൽ ആ വീട്ടിലേക്ക് വന്ന് അനുഗ്രഹിക്കപ്പെടുമെന്ന് യേശുവിൻ്റെ നാമത്തിലെ, ദൈവത്തിൻ്റെ നാമത്തിലെ ഇപ്പോഴേ ഇവിടെ ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ദൈവമേ, അത് വന്നു ചേരും എന്ന് കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. അതിന് കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വിദ്യാഭ്യാസത്തിന് പണമില്ലാതെ വിഷമിച്ചിരിക്കുന്ന ചില കുടുംബങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ഫീസ് കൊടുക്കാനായിട്ട് വയ്യാതെ യേശുവിൻ്റെ നാമത്തിൽ അത് റെക്ടിഫൈ ചെയ്യട്ടെ. കർത്താവെ, അറിയാത്ത വഴിയിൽ നിന്ന് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ 2 വിഷയങ്ങൾ ഇന്ന് ദൈവം കാണിച്ചതെന്ന് എൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. എന്നോട് ചേർന്ന് ഇത് കണ്ട് പ്രാർത്ഥിക്കുന്നവരെ നീ അനുഗ്രഹിക്കുന്ന ഓർത്ത് സ്തോത്രം. എല്ലാ നന്മകളുടെയും ഭണ്ഡാരം നീ ആയിരിക്കുന്ന ഓർത്ത് സ്തോത്രം. നിൻ്റെ സന്നിധിയിൽ വിനയപ്പെടുവാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവ്, ഒരു ബോൺ സെർവൻ്റായിട്ട് എന്നേക്കും നിന്നോടൊപ്പം ചേർന്ന് ജീവിക്കുമെന്ന് തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകാനായിട്ട് കർത്താവെ സഹായിക്കണമേ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രികാലം യേശുവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൽ വരുവാനായിട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുവാനായിട്ട് ഇന്ന് രാത്രികാലം കർത്താവെ സഹായിക്കേണ്ടവരുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം, സഹായിക്കണം. തുടർന്നും പഠിക്കാനുള്ള കൃപ തരണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് വാച്ച് ചെയ്യണം, എല്ലാം തുടർമാനമായിട്ട് വാച്ച് ചെയ്യണം. ഇത് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. ഇത് കഴിയുമ്പോൾ നേരത്തെ പറയും 100 എപ്പിസോഡുകൾ കഴിയുമ്പോൾ നിങ്ങൾ ഒരു പുതിയ ഒരു വ്യക്തിയായിരിക്കും എന്ന് 100% ഗ്യാരൻറ്റിയോട് ഞാൻ പറയും. അതുകൊണ്ട് ഇതെല്ലാം വാച്ച് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ആരെങ്കിലും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.